ഇപ്പം നല്ല മഴയൊക്കെയല്ലേ, എന്നിട്ട് ചൂടോടുകൂടി കഴിക്കാനായിട്ട് ഞാനിന്നിവിടെ നല്ലൊരു ബജിയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ പാലക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തു, അതോടൊപ്പം സവളുള്ളി അരിഞ്ഞെടുത്തു, അതിൻ്റെ കൂടെ തന്നെ കടലമാവ് ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചേർത്ത് കൊടുത്തു, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അയമോദകം, പിന്നെ അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തത് ഇളക്കിയെടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് കടലമാവ് കുറവാണ്, അത് ബാക്കി ചേരുവകൾ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് കൂടി കടലമാവ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇത് വെള്ളം ഒഴിച്ച് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് ഇത് തയ്യാറാക്കാം. ഈ മഴ സമയത്ത് കഴിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ബജിയൊക്കെ. ചൂടോടെ കൂടി കഴിക്കാൻ പറ്റും, കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക, വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പാലക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സവാള, ഉള്ളി, ബാക്കി ചേരുവകൾ ചേർത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക, ഉള്ളി ബജിയായിട്ട്. അല്ലെങ്കിൽ പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ഇവിടെ എണ്ണ തീരെ കുറവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ എന്തെങ്കിലും വറക്കാനായിട്ട് എടുക്കുമ്പോൾ എണ്ണ തീരെ കുറവാണ് എടുക്കുന്നത്, കാരണം അത് പിന്നെ യൂസ് ചെയ്യാൻ അധികം ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അധികം എണ്ണ ഒഴിച്ച് ഞാൻ അങ്ങനെ വറക്കാറില്ല. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ? നിങ്ങൾ ഈ എണ്ണ യൂസ് ചെയ്യാറുണ്ടോ? അതൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കണേ. ഏതായാലും കുഴപ്പമില്ല, നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ഞാനിവിടെ പാലക്കിൻ്റെ ബജിയ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളും തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം. ബാക്കിയൂടെ ഞാനിതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം പച്ചമുളക് വറുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാം. എങ്ങനെയാണെങ്കിലും നല്ലതാണ്. വെളുത്തുള്ളിയുടെ ചട്നി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ അങ്ങനെയുള്ള ചട്നിയുടെ കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാം. അല്ലാതെയും തന്നെ കഴിക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്തത് കൊണ്ട് വെറുതെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതോടൊപ്പം നിങ്ങൾക്കിതുപോലെ കഴിക്കാം. അങ്ങനെ ഇതുപോലെ പല ബജികളും ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിവിടെ മുളക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ.